ഞാനൊരു കാര്യം 4 തവണ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു സാർ, അത് വിട്ടേക്കോ. കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. ഇല്ല വേണ്ട, ഞാനല്ലോ ഇടപെട്ടത്. അത് ഒരു ജനാധിപത്യ മര്യാദ വേണ്ട ഒരു ചർച്ചയിൽ. അത് പറഞ്ഞോളൂ. അല്ല, എത്ര തവണ ഒരു കാര്യം പറയാൻ ശ്രമിച്ചു? എത്ര തവണ? അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ 3 പേരും സമ്മതിച്ചതിന് ശേഷമാണ് 4 തവണ ഞാൻ അത് ഉന്നയിക്കാൻ. ആയിക്കോട്ടെ സാർ. ഓക്കെ, അല്ല അന്നേരം ആയിരുന്നില്ല. ഞാൻ പറയാൻ ശ്രമിച്ചത്, അങ്ങ് പറഞ്ഞു ആരോഗ്യ മേഖല, ഇപ്പൊ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് എത്ര പ്രശ്നമുണ്ട്, ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പ്രശ്നമുണ്ട്, അതായിരിക്കേണ്ട ഒരു സർക്കാരിന്റെ പ്രയോറിറ്റി. ഇതല്ല പ്രയോറിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നങ്ങ് പറഞ്ഞു. സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രകടന പത്രികയിലൂടെയും ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെയും പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. അവരുടെ ആദ്യ പ്രഖ്യാപനം എന്ന് അത് വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടാണ് അവർ അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിന്റെ പ്രയോറിറ്റി ഇന്നതായിരിക്കണം. അവർ പറഞ്ഞ പ്രയോറിറ്റിക്ക് കിട്ടിയ വോട്ടിലാണ് അവർ അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിൽ അതിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാം. അങ്ങനെയല്ല, അല്ലെങ്കിൽ വേണ്ട. ആ പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് ആ പ്രയോറിറ്റിയിൽ വരുത്തുന്ന വീഴ്ചകൾ പറയാതിരിക്കാനല്ല. ഇതിൽ വീഴ്ചയല്ലല്ലോ, അതല്ല പ്രയോറിറ്റി പറഞ്ഞത്. അതല്ല പ്രയോറിറ്റി ഞാനെന്താ പറഞ്ഞത്? ആ പ്രയോറിറ്റി നടപ്പിലാക്കുമ്പോ പഠിച്ചിരുന്നോ? അല്ല, അതല്ല പ്രയോറിറ്റി എന്ന് പറഞ്ഞത്. ആ കാര്യം അങ്ങ് ഉന്നയിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല ഡോക്ടർ അരുൺകുമാർ. അല്ല, അത് അങ്ങ് ഉന്നയിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല. എന്റെ വിയോജിപ്പ് എവിടെയായിരുന്നു? അതല്ല പ്രയോറിറ്റി എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് ജനാധിപത്യ. അപ്പൊ അതല്ല പ്രയോറിറ്റി എന്ന് അങ്ങ് പറഞ്ഞെടുത്താണ് ഞാൻ പറഞ്ഞത് ഇന്നതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. കേരളത്തിന്റെ പ്രയോറിറ്റി ആണ് എന്ന് ഈ പ്രയോറിറ്റിയാണ് ഞങ്ങളുടെ നയമെന്ന് പറഞ്ഞത്. ഇത് കേരളത്തിന്റെ പ്രയോറിറ്റി എന്നല്ല, ഈ മേഖലയിലെ വികസനം